നമ്മുടെ അയൽരാജ്യത്ത് പ്രതിഷേധം ആളിക്കത്തുകയാണ്. സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ ജൻസികളുടെ പ്രതിഷേധത്തിൽ ആളിക്കത്തി നേപ്പാൾ. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. പ്രതിഷേധക്കാരെ നേരിടാൻ സർക്കാർ പട്ടാളത്തെ വരെ ഇറക്കിയിട്ടുണ്ട്. വെടിവെപ്പിൽ 100 കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റത്. ദേശീയ സുരക്ഷയുടെ പേരിൽ സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചപ്പോൾ ജൻസിയുടെ പ്രക്ഷോഭത്തിൽ നേപ്പാളിന്റെ തെരുവുകളൊന്നാകെ സ്തംഭിച്ചു. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ ജൻസി പ്രക്ഷോഭം അതിവേഗം രാജ്യമാകെ വ്യാപിച്ചു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും തെരുവുകളിൽ നിന്നും ആൾക്കൂട്ടം പിന്മാറുന്നില്ല. പോലീസിന് പിന്നാലെ സൈന്യവും ഇറങ്ങിയതോടെ സ്ഥിതിഗതികൾ കൈവിട്ട അവസ്ഥയിൽ. കഴിഞ്ഞ ആഴ്ചയാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, എക്സ് എന്നിവ ഉൾപ്പെട്ട 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രജിസ്ട്രേഷൻ പരാജയപ്പെട്ടെന്ന് കാട്ടി സർക്കാർ നിരോധിച്ചത്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു സർക്കാരിന്റെ കൈവിട്ട നീക്കം. സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിൽ പ്രതിഷേധവും പരിഹാസവും ഉയർന്നിരുന്നു. ഇതിന് തടയിടാനാണ് രജിസ്ട്രേഷന്റെ പേര് പറഞ്ഞുള്ള നിരോധനമെന്ന് പ്രതിഷേധക്കാർ. ടിക്ടോക്ക് ഉൾപ്പെടെ 5 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ് നിരോധനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പക്ഷേ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നുള്ളതാണ് ജൻസിയുടെ നിലപാട്. പോലീസിന്റെയും സൈന്യത്തിന്റെയും വെടിവെപ്പിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പ്രശ്നപരിഹാരത്തിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങളും ചേരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.